ഇടുക്കി സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും വയോധികയ്ക്ക് തലചായ്ക്കാനിടമില്ല. മകനായ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും കുടുംബവും വീട് പൂട്ടിപ്പോയതോടെയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറ സ്വദേശിനിയായ കല്ലേപ്പുളിക്കൽ പങ്കജാക്ഷി വേലായുധൻ ദുരിതത്തിലായത്. സംഭവത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറ കല്ലേപ്പുളിക്കൽ വീട്ടിൽ വേലായുധനും ഭാര്യ പങ്കജാക്ഷിയും വർഷങ്ങളായി താമസിക്കുന്ന വീടാണിത്. 3 ആൺമക്കളും 2 പെൺമക്കളുമാണ് ഇവർക്കുള്ളത്. നേരത്തെ വീടും സ്ഥലവും ഭാഗം ചെയ്ത് മറ്റു സഹോദരങ്ങൾ പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഇളയ മകനായ സുരേഷിന്റെ കൂടെയായിരുന്നു വേലായുധന്റെയും പങ്കജാക്ഷിയുടെയും താമസം. കഴിഞ്ഞ ജനുവരി 3-ന് വേലായുധൻ മരിച്ചു. വേലായുധൻ മരിച്ചു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീട് അറ്റകുറ്റപ്പണി നടത്താനാണെന്ന് പറഞ്ഞ് സുരേഷ് മാതാവായ പങ്കജാക്ഷിയെ മകളുടെ വീട്ടിലാക്കി. 2 നിലകളിലുള്ള വീട്ടിൽ താഴത്തെ നിലയിലാണ് പങ്കജാക്ഷി താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ഇതിനിടെ മകനും മരുമകളും ശ്രമിച്ചതായാണ് ഈ വയോധിക പറയുന്നത്. കൂടാതെ ഉപദ്രവിച്ചിരുന്നതായും പരാതിയുണ്ട്. പരാതിയെ തുടർന്ന് ഈ മാസം ഇടുക്കി സബ് കളക്ടർ ഉത്തരവിടുകയായിരുന്നു. വീടിന്റെ താഴത്തെ നിലയിൽ സൗകര്യമൊരുക്കി കൊടുക്കണമെന്നും വസ്തുവിൽ നിന്ന് ആദായമെടുക്കുവാൻ പങ്കജാക്ഷിക്ക് അവകാശമുണ്ടെന്നും പോലീസ് സംരക്ഷണം നൽകണമെന്നുമായിരുന്നു ഉത്തരവ്. എന്നാൽ ഇന്ന് രാവിലെയോടെ പങ്കജാക്ഷി സുരേഷിന്റെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പങ്കജാക്ഷിയുടെ മറ്റു മക്കളും ബന്ധുക്കളും നാട്ടുകാരും എത്തി. സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് പങ്കജാക്ഷിയുടെ മറ്റൊരു മകനായ ഷാജി ആവശ്യപ്പെട്ടു. അപ്പം കഴിഞ്ഞ ജനുവരി മാസം 3-ാം തീയതി ചാച്ചൻ മരിച്ചുപോയി. ചാച്ചൻ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മയോട് പറഞ്ഞു, ഈ വീടൊന്ന് പണിയണം, ടൈലൊക്കെ ഇടണം, അതുകൊണ്ട് അമ്മ ഒരു കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറണം എന്ന് പറഞ്ഞു. അമ്മ മൂത്ത സഹോദരിയുടെ വീട്ടിലോട്ട് പോയി. അതിനുശേഷം അമ്മയെ വിളിക്കാൻ അവൻ വന്നില്ല. എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസറാണ്, സുരേഷ് കെ വി എന്നാണ് പേര്. അവൻ കല്ലാറിലെ ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം നിലവിൽ അതിനുശേഷം ഞങ്ങൾ ആർഡിയോയുടെ അടുത്ത് പരാതി കൊടുത്തു. ആർഡിയോയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് ഞങ്ങളിവിടെ താമസിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീട് അടച്ചിട്ട് പോയിരിക്കുകയാണ്. അതിന് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചനുസരിച്ച് വെള്ളത്തൂവൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും വീട് പൂട്ടിയതിനാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടാവാതെ വാതിൽ തുറക്കാനാവില്ല എന്ന് അറിയിച്ചു. തുടർന്ന് നാട്ടുകാരും പ്രദേശത്തെ SNDP യോഗം പ്രവർത്തകരും വയോധികയ്ക്ക് താൽക്കാലിക സംരക്ഷണമൊരുക്കി. നെടുങ്കണ്ടം കല്ലാറിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ ഇളയമകൻ സുരേഷ് KVയും ഭാര്യ ഷിജി സുരേഷും തന്നെ ഉപദ്രവിച്ചിരുന്നതായും ഈ അമ്മ പറയുന്നു. അതായത് ഞങ്ങളിവിടെ കോടതി ഉത്തരവനുസരിച്ച് അമ്മേനെ കൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പം ഈ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ അനിയൻ ആ വീട് പൂട്ടിയിട്ടിട്ട് അവൻ എവിടെയോ പോയി. എവിടെയാണെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പം അമ്മയെ കയറി അമ്മയ്ക്ക് താമസിക്കാൻ ഇടവില്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ വീണ്ടും ഉന്നത അധികൃതരെ സമീപിക്കാനൊരുങ്ങുകയാണ് പങ്കജാക്ഷി. പങ്കജാക്ഷിക്ക് പോലീസ് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് വെള്ളത്തൂവൽ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.